കർണാടകയിൽ ബി ജെ പിയുടെ അടിത്തറ തന്നെ ഒലിച്ചു പോയിരിക്കുകയാണ്. വാസ്തവത്തിൽ ബി ജെ പി അംഗങ്ങൾ ഡി കെ കാണുന്ന തിരക്കിലാണ്. ബി ജെ പിയുടെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അവർ ഇപ്പോഴും പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ബി ജെ പിയെ വളർത്താൻ കഴിഞ്ഞത് യെദ്യൂരപ്പയും അദ്ദേഹത്തിൻ്റെ വലിയ രീതിയിലുള്ള ദീർഘവീക്ഷണവുമായിരുന്നെങ്കിൽ അത് ബസവരാജ് ബൊമ്മ വന്നതോടുകൂടി തച്ച് തകർത്തിരിക്കുകയാണ്. ബസവരാജ് ബൊമ്മയുടെ മകൻ ഇത്തവണ കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജിതനായി എന്നുള്ളതും, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി, അദ്ദേഹം ചന്നപട്ടണയിൽ കുമാരസ്വാമിയുടെ സിറ്റിംഗ് സീറ്റിൽ അമ്പെ പരാജയപ്പെട്ടതും ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് ഇനി അധികനാൾ മുന്നോട്ട് പോകും എന്ന് കരുതാൻ വഴിയില്ല. കുമാരസ്വാമി പാർട്ടി ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രേവണ്ണയുടെ അനുയായികളും വലിയ തോതിൽ കുമാരസ്വാമിക്കെതിരെ ഒരു പോരാട്ടം ഉൾപാർട്ടിയിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ജെ ഡി എസിൽ സെക്സ് ടേപ്പ് വിഷയം വലിയ തോതിൽ ആളിക്കത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു. അന്ന് കുമാരസ്വാമിയുടെ വലിയ തകർച്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം മാണ്ഡ്യയിൽ വിജയിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ അമ്പെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിട്ടും ജെ ഡി എസിൻ്റെ പിന്തുണ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മോദി കുമാരസ്വാമിയെ ക്യാബിനറ്റിൽ മന്ത്രിയാക്കി. എന്നാൽ ഇപ്പോഴത്തെ വാർത്തകൾ വരുന്നതനുസരിച്ച് ഡി കെയുടെ വലിയ രീതിയിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് അവിടെ നടക്കുന്നത്. ചന്നപട്ടണ ഉപതെരഞ്ഞെടുപ്പിൽ സി പി യോഗേശ്വർ 30,000-ഓളം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയപ്പോൾ വാസ്തവത്തിൽ തകർന്നടിഞ്ഞത് ജെ ഡി എസിൻ്റെ മനക്കോട്ട തന്നെയാണ്. ജെ ഡി എസിൻ്റെ ഉരുക്കുകോട്ടകളിലൊക്കെ കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിള്ളലുണ്ടാക്കിയിരുന്നു. ഓൾഡ് മൈസൂർ മേഖലയിലെ മുഴുവൻ സീറ്റുകളിലും ജെ ഡി എസിൻ്റെ തകർച്ച അതിദാരുണമായിരുന്നു. ജി ഡി ദേവഗൗഡ അടക്കമുള്ള പ്രമുഖരായ ജെ ഡി എസ് നേതാക്കൾ തകർന്നത് വലിയ തോതിൽ തിരിച്ചടിയുടെ ലക്ഷണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ജെ ഡി എസുമായി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ ബി ജെ പിക്ക് തകർച്ച നേരിട്ട് തുടങ്ങിയിരിക്കുന്നു. അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉൾപ്പെടെയുള്ള പല സമീപനങ്ങളിലും ഇവരുടേതായ രീതിയിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം പോർ വിളിക്കുകയാണ്. ഇതൊരു പരിധിവരെ കുമാരസ്വാമിക്ക് തടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതായത് പ്രാദേശിക വിഷയങ്ങളിൽ കുമാരസ്വാമി അധികം ഇടപെടാറുമില്ല. നമുക്കറിയാം, കുമാരസ്വാമിയുടെ ഭാര്യ അനിത കുമാരസ്വാമിയാണ്. എന്നാൽ ഭാര്യയുടെ ഒരു മകനുമല്ലാതെ അദ്ദേഹത്തിന് വേറൊരു ബന്ധമുണ്ട് എന്നുള്ളതും ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കുമാരസ്വാമി നിയമപരമായി വിവാഹിതനായി രണ്ടാമതും വന്നിട്ടില്ല. നിയമപരമായും അനിത കുമാരസ്വാമി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. എന്നാൽ പോലും രാധിക എന്ന് പറയുന്ന കുട്ടി രാധിക എന്ന് കന്നഡ സിനിമ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു നടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ. അതിൽ ഒരു കുഞ്ഞുമുണ്ട്. അദ്ദേഹം ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. ആദ്യം കുട്ടി രാധികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം നിരസിച്ചെങ്കിൽ പോലും പിന്നീട് ഇവരുമായുള്ള സംസർഗം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ജെ ഡി എസിൽ കൃത്യമായും രേവണ്ണയുടെ മകൻ്റെ സെക്സ് ടേപ്പ് വിഷയം, അതായത് പ്രജ്വൽ രേവണ്ണയുടെ സെക്സ് ടേപ്പ് വിഷയം ആളിക്കത്തിയപ്പോൾ കുമാരസ്വാമിയുടെ ഈ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ ജെ ഡി എസിനകത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ജെ ഡി എസ് തകർന്ന് ചീട്ടുകൊട്ടാരമായ ഒരു പാർട്ടിയാണ്. ഒരു ജില്ലയിൽ പോലും ഇപ്പോൾ അവർക്ക് ആധിപത്യമില്ല. എന്നാൽ നരേന്ദ്രമോദിയുടെ കാരുണ്യത്തിൽ ഇപ്പോഴും കുറച്ച് നാളെങ്കിലും ഇച്ഛ വെച്ച് നടക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് കുമാരസ്വാമിയും 96 വയസ്സായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡയും.